ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. ഇന്നാണ് മുത്തുമണി വരുന്നത്. രാവിലെ എത്തും. അപ്പോൾ ചിലപ്പോൾ വിളിക്കാൻ പോകേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് പിന്നെ ആഹാരമൊക്കെ വെക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയില്ലായേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. വെച്ചിട്ട് വാ. ഓ ഇങ്ങോട്ട്. നമ്മളിന്നലെ അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റായി പോണ്ട്. രാവിലെ കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങി. കാരണം ട്രെയിൻ ലേറ്റായി കേട്ടോ. 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. അപ്പോൾ വരാൻ താമസിക്കുമെന്ന് പറയുന്നത് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങി. ഇപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു സാമ്പാർ വെക്കാം, ദോശ ഉണ്ടാക്കാം, ചോറ് വെക്കണം, തുണി കഴുകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പണികൾ കേട്ടോ. മോനിക്കുട്ടൻ ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് മാവൊക്കെ ഒന്ന് കലക്കി വെക്കാം. നമുക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി. അച്ഛൻ വന്നിട്ട് അച്ഛനോട് ദോശ ഉണ്ടാക്കാം കേട്ടോ. അമ്മയ്ക്ക് മോനിക്കുട്ടിനും ഉള്ളത് ഉണ്ടാക്കേ കേട്ടോ. കുറേശ്ശെ മാവിടകള് ഭയങ്കര കട്ടിയായി പോയി. അങ്ങോട്ട് അടുപ്പിച്ചു പോയി. കുക്കറിന്റെ കൈയൊന്നും മുട്ടിക്കരുത്, പൊള്ളും. സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ ഇത്രയും കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ കേട്ടോ. സാധാരണ ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി, പരിപ്പ്, അത്രയൊക്കെയാണ് നമ്മുടെ കഷ്ണങ്ങൾ. ഇന്നിപ്പോ നല്ല മുരിങ്ങയ്ക്കുണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, ചേനയുണ്ട്, എല്ലാ കഷ്ണങ്ങളും ഇട്ട് നമ്മൾ ഒരു സാമ്പാർ വെക്കാൻ പോവാ. പിന്നെ ഇതും ഉണ്ട് കേട്ടോ. എന്തുവാ നമ്മുടെ റാഡിഷ് എന്നാണ് അതിന്റെ പേരെന്ന് കുറെ പേര് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് സ്നേഹം. അറിയത്തില്ലായിരുന്നു കേട്ടോ. ദോശയുണ്ടാക്കാൻ കയറി എന്റെ അടുപ്പും പാതകം ഒക്കെ അഴുക്കാക്കിയിട്ട് വന്നു. മുത്ത് വന്നിട്ട് അവനെ ഉണ്ടാക്കി കൊടുക്കാം. തണുത്തും അരി കഴുകിയിടാം. നിങ്ങളുടെ ഉച്ചക്കലത്തേടും പട്ടിണിയായി. കുറച്ച് തുണികളൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ രണ്ടാമതിടാം. കഴുകാൻ കിടപ്പുണ്ട്. ഇവിടെ സാമ്പാറൊക്കെ റെഡിയായി കേട്ടോ. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഫോൺ ചാർജ് ഇല്ലായിരുന്നു, ചാർജ് ചെയ്തോ വെച്ചേക്കുമായിരുന്നു. അച്ഛൻ വരുന്നതെന്ന് നോക്കി ഇരിക്കുകയാണ് മോനിക്കുട്ടൻ. ഇത് കൊണ്ട് കൊടുത്തിട്ടോ.
നല്ലപോലെ പിടിച്ചോ. ഓഫാക്കാനോ? ആ ഇപ്പൊ വരും. ഓനങ്ങോട്ട് ചെല്ലുമ്പോ വരും. അമ്മമ്മയ്ക്ക് 2 ദോശയും കൊണ്ട് പോവാ മോനുക്കുട്ടൻ. ഇന്നലെ ഗണേശനാണല്ലേ? ചായയൊക്കെ ഇട്ടു. നമുക്ക് രാവിലത്തെ കഴിച്ചിട്ട് തുണിയൊക്കെ കഴുകാൻ അത് വാഷിംഗ് മെഷീൻ ഓഫ് ആകാറായി. അത് വിരിച്ചിട്ട് അടുത്തൊരു സെക്ഷനിൽ ഇടാനുണ്ട്. പിന്നെ മീൻ വറക്കാനുള്ളത് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. മത്തിയല്ല, ഇന്നലത്തെ മത്തി എടുത്തില്ല. അതിന് മുമ്പ് വിളിച്ചിട്ട് മസാല പരത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വറക്കണം. പർപ്പിൾ ക്യാബേജ് തോരൻ, സാമ്പാർ പോലെ. നല്ല വെള്ളത്തിൽ കുളിക്കുന്നതിന്റെ. നല്ല വെള്ളത്തിൽ കുളിക്കുന്നതിന്റെ കാവേരി വെള്ളത്തിലാണ് കുളിക്കുന്നത്. ഹാർഡ് വാട്ടർ അല്ലേ അവിടെ? പൊങ്ങി നിൽക്കുന്ന മുനിയായിരുന്നു. ജഗ്ഗും വെള്ളം എടുത്ത് കൊടുത്തേടാ. പിന്നെ കഴിക്കട്ടെ, വിശക്കുന്നു പ്രിയങ്ങളെ. വാ എല്ലാരും കാണട്ടെ. സാമ്പാർ മോനിക്കുട്ടോ. മോനു, നീ ദോശ കഴിക്കുന്നില്ലയോ? ആ വാ. കോട്ടയത്ത് പോകായിരിക്കും. സാമ്പാർ ഒഴിക്കും, ചൂടാവും. ആ വരും. തുടങ്ങിയത് മാർച്ചിന്റെ നീ പോയി. കള
എന്തോ ഇതല്ല ആവശ്യമില്ലാത്തടുത്ത് കളയ്ക്കുക. ഇവിടെ ഒരു ക്ലീനിങ്ങും പരിപാടികളുമായിട്ടിരിക്കുമായിരുന്നു. ഇനി പാത്രം കഴുകാനൊക്കെ ഉണ്ട്. ഈ റൂം നമ്മൾ നെസ്റ്റിൻ്റെ റൂമായിരുന്നു. മുത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് ലാപ്ടോപ്പൊക്കെ കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അവരിവിടെ ഈ ലാപ്ടോപ്പും കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. റൂമിനകത്ത് വെക്കത്തിൽ ഇവിടെ വെക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മുത്ത് ഇവിടെ ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് വരുന്നില്ലല്ലോ. ഇവിടെ സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. തുണി വിരിക്കാൻ മാത്രം ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത്. അപ്പോൾ ഇന്നിവിടെ എല്ലാം ഒന്ന് പൊടിയൊക്കെ അടിച്ച് തൂത്തൊക്കെ വാരി. ഇനി എനിക്ക് അടുക്കള കുറേ പണികൾ കിടപ്പുണ്ട്. തുണി വിരിക്കാനും ഒക്കെ അതേ തൂത്ത് വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. അടുക്കളയും കൂടെ തൂക്കണം, മുറിക്കാവെല്ലാം തൂക്കണം. ജോലികളുണ്ട്. ജോലികളിലേക്ക് കടക്കുകയാണ്. ഉച്ചക്കലത്തേക്ക് കറികളൊക്കെ വയ്ക്കണം. അവർ രണ്ടുപേരുടെ അവിടെ എന്തൊക്കെയോ വലിച്ചു വാരുന്നുണ്ട്. പിന്നെ ഇന്നലെ ഈ വീടിൻ്റെ സൈഡിൽ കുറേ മരങ്ങളൊക്കെ പന്തലിച്ച് കിടക്കുന്നുണ്ടായിരുന്നേ. ഈ സൈഡിലുണ്ടായിരുന്നെല്ലാം വെട്ടി കേട്ടോ. ഇനി എന്താ അതൊക്കെ കണ്ട് ഇങ്ങനെ ചരിഞ്ഞ് ചാഞ്ഞ് കിടക്കുകയാണ്. അതൊന്ന് കോതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യുമോ ഇല്ലയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് കരിയിലൊക്കെ ഉണ്ട്. അത് വൈകിട്ട് നമുക്ക് മുറ്റമൊക്കെ തൂക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ഫ്രെയിം മേടിച്ചു തരാമോ? ഞങ്ങളുടെ റൂമിലേ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്ത് അടുക്കളെല്ലാം ക്ലീൻ ചെയ്യാം. പാത്രം കഴുകാനും തൂത്ത് വാരാനും ഒക്കെ ഉണ്ട്. അതൊക്കെ നോട്ട് ചെയ്യാം. രണ്ടുപേരുടെ അവിടെ ഒരു കടയിലോട്ട് പോയതാണ്. ചെവിക്കൊക്കെ ഏതാണ്ട് വായിക്കാൻ. ഇതിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചേട്ടൻ പോകുന്നതിൻ്റെ പുറകെ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. പാത്രം കഴുകണം, തുണി വിരിക്കണം, അടുത്ത സെക്ഷൻ ഇടണം, എനിക്ക് കുളിക്കണം. അതാണ് അർജൻറ്റ്. എനിക്ക് കുളിക്കണം, ചൂടെടുക്കുന്നു. നമ്മൾ രാവിലെ കുളിക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അസ്വസ്ഥതയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ജോലി തീർത്ത് കുളിക്കട്ടെ. മീന് വറക്കാൻ അങ്ങോട്ട് വെക്കാം. തോരൻ വെക്കുന്നില്ല. അമ്മ ചക്ക വേവിക്കുന്നുണ്ട് കേട്ടോ. മുത്ത് വന്നത് പ്രമാണിച്ച് ഇന്നലെ കുറെ ചക്ക പെറുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് വേവിക്കാന്ന് പറഞ്ഞു. അപ്പം ഇന്നലത്തെ നമ്മുടെ തേങ്ങ അരച്ച മീൻകറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ അതിന്റെ മുകളിൽ ഇനി തോരനും കൂടെ വെച്ചാൽ വേസ്റ്റ് ആവും. അതുകൊണ്ട് വെക്കുന്നില്ല കേട്ടോ. മഴ വീഴും. ഈ പാത്രവും ഇതിന്റെ തന്നെ വേറെ വന്നു. അത് രണ്ടും ഞാൻ കോംബോ പാക്കായിട്ട് മേടിച്ച് വെച്ചിരുന്നതാ കേട്ടോ. അത് എടുത്ത് അഴുക്കാക്കാനുള്ള മടി കൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. നിങ്ങളോട് പറയാൻ മറന്നുപോയി. എപ്പോഴോ വന്ന് വീട്ടിലിരിക്കായിരുന്നു പാഴ്സല്. അത് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ മറന്നുപോയി പറയാൻ. അപ്പം ഇപ്പം ഞാൻ ഇത് രണ്ടും എടുത്തു. 2 പാത്രം ഞാൻ വെളിയിൽ എടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ കേട്ടോ. കറണ്ട് പോയോ? പാത്രം കഴുകാനുള്ളത് കണ്ടോ? എല്ലാം കഴുകി എടുക്കണം. ഇനി കഴുകട്ടെ. പോടാ.
തുണി എടുത്തോളൂ. ലോണ്ട് ഇട്ടേക്കുന്നു എന്താ ഇല്ല ഒരാളെന്നെ വണ്ടി ഞാൻ ലോക്ക് ഇട്ടയാണ് ആളില്ലേ ഞാൻ വണ്ടി എടുക്കാൻ പോവാണ് ലോക്ക് തുറന്നേ എന്നിട്ട് ഒരാള് വന്നില്ലേ വണ്ടി എടുത്തോണ്ട് പോയി എന്താ ലോക്ക് അല്ല ഗെയിമില് ലോക്കില്ലേ ഒരാളെന്നെ വണ്ടി എടുത്തോണ്ട് പോയി പൈസ തന്നിട്ട് ഓടി അത് 6000 രൂപ പിന്നെ ഞാൻ വിൽക്കായിട്ടായിരുന്നു കേട്ടോ ആ വണ്ടി അവർ മേടിച്ചു എന്നിട്ട് ഞാൻ വണ്ടിയും കൊണ്ട് ഓടിയേ ഞാൻ വീട്ടിൽ എത്തില്ല ആ വണ്ടി കാണാൻ അമ്മേ 7 മിനിറ്റേ ഉള്ളു സമയം രണ്ട് മോതിരം ഒരു മോതിരത്തെ കേട്ടോ ഇത് അമ്മ ഇങ്ങനെ കാര്യം പറ എന്നിട്ട് ഓർക്കണം അമ്മ എങ്ങനെയും കാര്യം പറ എന്തോ ആയാലും പറയാ അന്നേരം അമ്മയില്ലേ അവിടെ വെച്ച് വോയിസിന്റെ പറയണം എന്തേലും കുപ്പി അവിടെ വെച്ചേക്ക് ഇനി പെയിന്റ് അടിക്കാം കുപ്പി മേളി വെക്കാമോ ബോളൊക്കെ ഇല്ലേ ഇവിടെ വെച്ചേക്ക് ഇതുണ്ട് ഇവിടെ ബോളും കുപ്പിയൊക്കെ ഇന്ന് പെയിന്റ് അടിക്കാം വൈകിട്ടില്ലേ ഒരുമിച്ചല്ലേ എല്ലാം ജോലി മുറ്റത്തെ ചെയ്യുന്നത് ഇവിടെ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്തുവാ കുഞ്ഞു വന്നോ? ചെന്നെടുത്തോണ്ട് പോവാ കഴിക്കാം. ബാക്കിയുള്ളവർക്ക് വേണം, പോയി എടുത്തോണ്ട് പോവാ. അടുക്കളയിലെ പണികളൊക്കെ ഒതുക്കി ഇവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടാ. ചോറൊക്കെ വാർത്തിട്ടു, പാത്രമെല്ലാം കഴുകി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി വന്നു. ഈ ആക്രി സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ചേച്ചി വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ചിരട്ടകൾ കിടപ്പുണ്ട്, അതെല്ലാം എടുത്ത് കൊടുത്തു. അവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ. പിന്നെ എല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കഴിക്കാൻ പോവാട്ടോ. കഴിച്ചിട്ട് ഇനിയും പിന്നെയും പാത്രം കഴുകണം. തുണികളെല്ലാം കഴുകി വിരിച്ചു. ഇവിടെ കുറേ കവറിനകത്ത് പഴയ ബുക്കും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് അവർക്ക് കൊടുത്തു. വെറുതെ എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് ഹരിതകർമ്മസേനയ്ക്കുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചത് ആക്രിയാണോ ഇങ്ങനെ വാരി വെച്ചേക്കുന്നല്ല കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. അവർ വരും. അപ്പോൾ ഇന്നൊരുവിധം ഇങ്ങനെയൊക്കെ പണികളൊക്കെ തീർന്നു. കുക്കുവും ജാനിക്കുട്ടിയും കുഞ്ഞുവിനും ഒക്കെ ഇങ്ങോട്ട് വന്നു. നമുക്കെല്ലാവർക്കും കൂടെ ചോറുണ്ണാം. ചക്ക വേവിച്ചത് എത്തിയിരിക്കുകയാണ്. ആരാ ഈ ഡാ വിളിക്കുന്നേ? ഓ, ഇയാള് വലിയൊരാള് വന്നിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചോർന്ന് പോവല്ലേ. ഇരുത്ത് എന്തോ
എനിക്ക് വിശക്കുന്നുണ്ട്. അമ്മ കഴിച്ചോ അമ്മേ? എനിക്ക് വേണ്ടോ? ഇച്ചിരി ചക്ക കഴിക്കാം. ചക്ക ഉച്ചഭക്ഷണം കഴിക്കാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാന്നറിയോ ഓരോരുത്തര്. ഇതാ ഒക്കാത്തത്, വിളിച്ചാൽ വരത്തില്ല, അന്നേരം വിശപ്പ് വലുതാകും. എന്താ വേണം? ചോറ് വേണോ, ചക്ക വേണോ? ഇച്ചിരി ചോറ് ഇച്ചിരി ചക്ക വേണോ? ചോറും നമ്മുടെ അമ്മക്കളിയെ വെച്ചതാ. പിന്നെ ഇതും മാമിയാ. വേണ്ട മാമി, ഇതും മാമിയാ. പിന്നെ വേറെ ഒത്തിരി മോനെ മീൻ വറുത്തത് വെക്കണോ? അമ്മയും വെക്കണം. നമ്മുടെ കുഞ്ഞോൻ നിന്നും സ്റ്റേജിൽ നിന്ന് കാക്കേ കാക്കേ പാടും. കാക്കേ കാക്കേ രാമൻ. മീൻ കറിയോ ചാറ് ഒഴിക്കണോ? സാമ്പാർ വേണോ? എനിക്ക് സമയം വേണ്ട. പിന്നെ ഇത്ര മതിയോ? ആ മോൻ കുത്തി എടുക്കുക, പിന്നെ ചാറ് കാണത്തില്ല. കഴിച്ചിട്ട് വരാം. വാ. ഒന്ന് മതിയോ? ഇങ്ങോട്ട് വേണം. ചോറ് വേണ്ട അപ്പൊ? എന്തിയ മൂടുണ്ടല്ലോ ഇവിടെ. ഇങ്ങോട്ട് വന്നേ. ചോറ് വേണമെന്നില്ല. ചോറ് വേണമെന്നില്ല. എനിക്ക് മറ്റേ എന്റെ സ്റ്റാൻഡ് മൊബൈലും ഒന്നും തകർക്കരുത് കേട്ടോ. എല്ലാം അവിടെ ഇരിപ്പുണ്ട് ആവശ്യത്തിന്. അവിടെ എല്ലാം കോരി ഒഴിക്കുക. എനിക്ക് ദേഷ്യം. കഴിക്കട്ടെ പ്രിയങ്ങളെ. അപ്പൊ നമ്മുടെ ഉച്ചയൂണ് ഇതാണ് കേട്ടോ. മീൻ വറുത്തത്, ചക്ക വേവിച്ചത്, അതിന് പുറത്ത് മീൻ കറിയാണ് ഒഴിച്ചിരിക്കുന്നത്, തേങ്ങ അരച്ചുള്ള കറി. ഇത് സാമ്പാർ. അപ്പൊ കഴിക്കട്ടെ, എല്ലാരും കഴിക്കാനിരുന്നു. യോ വിളിച്ച് വിളിച്ച് എനിക്ക് അതെനിക്ക് വേണം. അതെനിക്ക് വേണം. അത് ഇമെയിൽ പോലും എനിക്കറിയില്ല. എന്റെ അക്കൗണ്ട് അല്ല. ഞാനിക്കുട്ടിയേ ഇഷ്ടപ്പെട്ട സാധനം കഴിച്ച് കറങ്ങുന്നതിന് മുന്നേ വീണ്ടും കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയി. അയ്യോ രാമന്റെ 6 പാക്ക് കാണും. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരട്ടെ. അവിടെ ടാറ്റാ ഉമ്മ. ഞാനൊന്ന് കിടന്നു പ്രിയങ്ങളെ, വയ്യ. അയ്യോ ഇന്ന് പ്രതീക്ഷിക്കാതെ കുറച്ച് ജോലി ചെയ്തു, അതുകൊണ്ടൊരു വയ്യാഴിക കിടക്കുക കേട്ടോ. നമുക്ക് ഒന്ന് വിശ്രമിച്ചേച്ച് എഴുന്നേക്കാം. ഞാനിക്കുട്ടിയുടെ അടുക്ക് വരെ പോകണമെന്നുണ്ടെന്ന് വെച്ചാൽ മാമിൻ്റെ അടുക്ക് വരെ ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോകത്തില്ല. തീരുമാനം. കിടന്നില്ല. ഇച്ചിരി നേരം കിടന്നപ്പോഴത്തേക്ക് ഒരു ജോലി വന്നു. എഴുന്നേറ്റ് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ടെറസിന്റെ മുകളിലെല്ലാം നിറച്ച് കരിയിലായിരുന്നു. അവിടെ നിന്നൊരു ഓവ് വെച്ചേക്കുന്നതും പാത്തി എല്ലാം ഇല വീണ് നിറഞ്ഞ് വെള്ളം ഓവിനകത്തൂടെ പോകുന്നില്ലായിരുന്നു. ഭയങ്കര മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ
ആ വർക്ക് ഏരിയ പോലെ പണിഞ്ഞിട്ടില്ല, തുണി വിരിക്കുന്നുണ്ട്, അവിടോട്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്ന ഒരാളുണ്ട്, പുള്ളി വന്ന് ക്ലീൻ ചെയ്തു. ആ പാത്തിയൊക്കെ വൃത്തിയാക്കി ടെറസിൻ്റെ മുകളെല്ലാം തൂത്ത്. പുള്ളി വന്നതുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റിയില്ല. നമ്മുടെ ലാഡറൊക്കെ എടുത്ത് വെച്ച് മോളിൽ കയറിയായിരുന്നു. ആ പേടി, തെന്നിയൊക്കെ കിടക്കുമല്ലേ. മുത്തിനെയും മോനിക്കുട്ടിനെയും വിളിച്ച് അവിടെ നിർത്തിയേക്കുമായിരുന്നു. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് കിടന്നിട്ട് എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ എഴുന്നേറ്റു കഴിഞ്ഞു. അപ്പം ചായ ഇടുവാട്ടോ, അവിടെ ഇരിക്കുന്ന ചായ കൊടുക്കട്ടെ. മോനെ മുത്തേ, ഇതാ കൊടുത്തേക്കളെ, ഇതാ കൊടുക്കും. ദൈവത്തെ ഓർത്ത് എനിക്ക് പണി ഉണ്ടാക്കണ്ട. മാർക്കറുണ്ടോ പുറത്തെ? എനിക്ക് ചെവിയായിട്ട് ഇങ്ങനെ സൗണ്ട് ഒക്കെ കേൾക്കും കടിക്കാൻ നേരത്തെ. മിച്ചർ വേണം. 4 മണി കാപ്പി ബോളി. ഇത് കഴിച്ചിട്ട് നമുക്ക് അമ്മയുടെ അടുക്ക വരെ പോകണം. എന്നിട്ട് നമുക്ക് ചായക്കുട്ടിയുടെ എടുക്കാൻ പോകാം കേട്ടോ. അമ്മയുടെ അവിടെ പോയിട്ടേ അത് എടുത്തോണ്ട് വരുന്നുണ്ട്. ആ അതല്ല ഇതാ സന്തോഷക്കുറവൊന്നുമില്ല അമ്മി. പൈസ കൂടെ കൊടുക്കാണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം. കിട്ടിയില്ല. ആ മേറ്റിലിട്ടു. ആ നമ്മൾ ജാനിക്കുട്ടിയുടെ അവിടോട്ട് വന്ന കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നേ, കണ്ടത്തിലോട്ട്. ഇവിടെ വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ടപ്പം ചുമ്മാ ഒരു രസത്തിന് ഇങ്ങോട്ട് വന്നേ. ഒത്തവിടെ ഇരിപ്പുണ്ട്. മാമൻ്റെ ഫോണിനകത്ത് ബോട്ടിമൊക്കെ എടുത്തു കൊടുക്കുക മാമിക്ക് വിളിക്കാൻ. മോനിക്കുട്ടനും ജാനിക്കുട്ടിയും കുഞ്ഞോനും എല്ലാവരും അവിടെ ഉണ്ട്. ജാനിക്കുട്ടി നാമം ചൊല്ലുന്നു. ഫേസ്ബുക്കിന്റെ എന്തുവാ ഇവിടെ ഏത് അതുപോലത്തെ സാധനം? വാഷ് മെഷീനൊക്കെ അതുപോലെ പിന്നെ എവിടെ ഒരു എല്ലാം മാറ്റി വെച്ചിട്ടേക്കുന്നു. ഇന്ന് പാത്രം സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ചവിട്ടില്ലാമോ? ചവിട്ട് കുഞ്ഞു ഉറങ്ങിയില്ലേ ഇന്ന്? അതാ അവന് ക്ഷീണം, ദേഷ്യം. അത് കാണിക്കുന്ന അഭ്യാസി നിന്റെ അപ്പ വിളിക്കുന്നുണ്ട്. അതിപ്പോ എല്ലാം കൂടെ ഒടിച്ചു പറിച്ച് കളയാമല്ലോ. ചാരി ഇരുന്ന് പുറകോട്ട് വീഴല്ല. അടിപൊളി മഴ പെയ്യുകയാണ്. എത്ര നേരം കൊണ്ട് ഞാൻ ഇവരോട് പറയുവാന്നറിയാവോ പോകാമെന്ന്. ഇറങ്ങിയില്ല.
തീരെ. മഴ പറയുവാ. മഴ മാമി പറയുന്ന കേട്ടിട്ട് കരയുവാ. മാമി മറ്റേ വീഡിയോക്കകത്തിട്ടായിരുന്നോ? ഞാൻ ഇന്നത് കാണുന്നു. വരച്ചാന്നോടാ ഇത്? നോക്കൂ, വരയ്ക്കാൻ പഠിക്കുമോ? പണ്ട് വരച്ചെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ കഴിവ്. കുഞ്ഞോ ടാറ്റ പറഞ്ഞു. കുഞ്ഞോയ്ക്ക് കഴിക്കാൻ കൊടു, ഉറക്ക്. ഉമ്മ ഉമ്മയില്ലയോ? ഇനി വന്നു, മഴയ്ക്ക് മുമ്പ് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. രണ്ടുപേരുടെ അവിടെ കുത്തിപ്പിടിച്ച് അങ്ങിരുന്നു. ആ ഞാനില്ലേ നമ്മുടെ ടിന്നിന്റെ അകത്തൊക്കെ ചൈനീസുകാരാ ഇതൊക്കെ കഴിക്കുന്നത്. ഇങ്ങനെ തുറക്കത്തില്ല, ഒരു ഫിഷ് കിട്ടും. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞുകൂടാതെ. അപ്പൊ എനിക്ക് ഒത്തിരി പേര് വീഡിയോ അയച്ചു തന്നു. പിന്നെ ഇപ്പൊ ഒരു ചേച്ചിയുണ്ട്, നമുക്ക് ചേച്ചി വിളിച്ചു. അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ. മത്തി ഇരിപ്പുണ്ടത് എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇത് ഇന്ന് എടുക്കാട്ടോ. ഞാൻ ഒത്തില്ലേ നമ്മുടെ ദേഹത്ത് വരും തേക്കുന്ന സാധനം ക്രീമാന്ന് വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ പടവും കൊടുത്തിട്ടുണ്ട്. ഇത് കഴിച്ച മസിൽ കിട്ടുമോ? ഇത് ഈ വെള്ളത്തിനകത്തുനിന്ന് എടുക്കണം. ഇതെല്ലാം ഒന്ന് വെള്ളം ഇതിനകത്ത് ഊറ്റി വരുമ്പോഴത്തേക്ക് സവാള കഴിഞ്ഞിട്ടെ. ഒരു സവാള എടുത്തുള്ളൂ, പച്ചമുളകും എടുത്തു, പിന്നെ തേങ്ങ തിരുമണം. ഫോണിന് ചാർജ് ഇല്ല, അതുകൊണ്ട് കുത്തിയിടട്ടെ കേട്ടോ, ചാർജ് ആക്കട്ടെ. ഞാനത് റെഡിയാക്കി വെച്ചിട്ടാണ് ഒന്ന് മേല് കഴുകാൻ പോയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാം, ഷോർട്ട് വീഡിയോ ഇടാം ഇതിൻ്റെ കേട്ടോ, എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നേ. അപ്പോൾ ഇതുപോലെ എന്നെക്കൂട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിൽക്കാമല്ലോ. അപ്പോൾ കഴിക്കാൻ പോവാണേ. അഴുക്കല്ല കുഞ്ഞത് കേട്ടോ. വിളമ്പട്ടെ. അവിടെ ഓഫാക്കും. അതുകൊണ്ട് അവിടെ നീ നിൽക്കുന്നിടത്ത് അമ്മയ്ക്ക് ആവശ്യമുണ്ട് ചക്ക. അവനത് കണ്ടില്ല, അവൻ പോയെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ തണ്ണിമത്തൻ ബ്രാൻഡ് കേട്ടോ. ചോറ് വേണ്ടേ? തണ്ണിമത്തൻ സൂപ്പർ ചോറ് വേണ്ടേ? കഷ്ണം ഇടട്ടെ. മുളകില്ല അത്. മുളക് അതിനകത്ത് മുളക്. കുഞ്ഞോനും സാമാന്യത്തെ കഷ്ണം എല്ലാം പെറുക്കി കഴിക്കുമായിരുന്നു. എരിയൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് കഴിച്ചിട്ട് വേറെ സൂപ്പർ ഭക്ഷണം കൊടുത്ത്. ചോറും ചക്കയും ഒരു ഇമ്മിണി അവിയലുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ എടുത്തു കേട്ടോ. ഇനി നമ്മുടെ തോരൻ വിളമ്പാമേ. തോരൻ ഇത് ചൂര, മുട്ടത്തോരൻ്റെ ഒരു മണവും രുചിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുട്ടയെന്ന് വെച്ചാൽ നമ്മുടെ മീനിൻ്റെ പരിഞ്ഞിലില്ലേ, അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. പിന്നെ സാമ്പാർ ഒഴിക്കുക കേട്ടോ. കഷ്ണം ഒന്നുമില്ല, മോനുകുട്ടൻ എടുത്തുകൊണ്ട് പോയി. എനിക്ക് ചാറ് മതി എന്ന് പറഞ്ഞു. അവൻ കഷ്ണമെല്ലാം കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ദൈവം തന്ന എല്ലാ നന്മകൾക്കും സന്തോഷങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്തു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം യാത്ര പറയാം. കഴിക്കട്ടെ. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നെസ്റ്റിൽ ആ സ്പേസിൽ ഇരുന്ന് കഴിക്കാൻ പോകട്ടെ. പൈസയൊന്നും വേണ്ടാത്ത ഒരു രാജ്യത്ത് പോയി താമസിക്കണം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.